ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കർക്കിടക ക്വിസാണ്. കർക്കിടകവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കർക്കിടകത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നോക്കിക്കോളൂ, ചാനൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് കറക്റ്റായി എത്തും. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. മലയാള കലണ്ടർ അനുസരിച്ച് 12ാമത്തെ മാസം അഥവാ അവസാനത്തെ മാസം ഏതാണ്? മലയാള കലണ്ടർ അനുസരിച്ച് 12ാമത്തെ മാസം അഥവാ അവസാനത്തെ മാസം ഏതാണ്? ഉത്തരം കർക്കിടകമാണ്. ഓക്കെ, മലയാള കലണ്ടർ അനുസരിച്ച് 12ാമത്തെ മാസമാണ് കർക്കിടകം. അടുത്ത ചോദ്യം, ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് മലയാളത്തിൽ രചിച്ചത് ആരാണ്? ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് മലയാളത്തിൽ രചിച്ചത് ആരാണ്? യെസ്, തുഞ്ചത്ത് എഴുത്തച്ഛൻ. ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് മലയാളത്തിൽ രചിച്ചത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിൽ രാമായണ മാസം എന്നറിയപ്പെടുന്നത് ഏത് മലയാള മാസമാണ്? കേരളത്തിൽ രാമായണ മാസം എന്നറിയപ്പെടുന്നത് ഏത് മലയാള മാസമാണ്? യെസ്, ഉത്തരം കർക്കിടകമാണ്. കേരളത്തിൽ രാമായണ മാസം എന്നറിയപ്പെടുന്നത് കർക്കിടക മാസമാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്. ആധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ കഥ വിവരിക്കുന്നത് ആരാണ്? ആധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ കഥ വിവരിക്കുന്നത് ആരാണ്? ഉത്തരം ഒരു തത്ത. അപ്പോൾ ഒരു തത്തയാണ് ആധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ കഥ വിവരിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി കഴിക്കുന്ന പ്രത്യേക ഔഷധക്കഞ്ഞി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി കഴിക്കുന്ന പ്രത്യേക ഔഷധക്കഞ്ഞി ഏതു പേരിൽ അറിയപ്പെടുന്നു? യെസ്, ഉത്തരം കർക്കിടക കഞ്ഞി. ഔഷധ സസ്യങ്ങളും അരിയും ചേർന്ന് തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ശ്രീരാമന്റെ പിതാവായ ദശരഥൻ ഏത് രാജ്യത്തിൻ്റെ രാജാവായിരുന്നു? ശ്രീരാമന്റെ പിതാവായ ദശരഥൻ ഏത് രാജ്യത്തിൻ്റെ രാജാവായിരുന്നു? ഉത്തരം അയോധ്യ. ശ്രീരാമന്റെ പിതാവായ ദശരഥൻ അയോധ്യ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. ഏഴാമത്തെ ചോദ്യം ഇതാണ്. കർക്കിടകം മാസത്തിൽ ആയുർവേദത്തിൽ ചെയ്യുന്ന പ്രധാന ചികിത്സാ രീതി ഏതാണ്? കർക്കിടക മാസത്തിൽ ആയുർവേദത്തിൽ ചെയ്യുന്ന പ്രധാന ചികിത്സാ രീതി ഏതാണ്? ഉത്തരം സുഖചികിത്സ. അപ്പോൾ കർക്കിടക മാസത്തിൽ ആയുർവേദത്തിൽ ചെയ്യുന്ന പ്രധാന ചികിത്സാ രീതിയാണ് സുഖചികിത്സ. ശരീരത്തിന് ഉന്മേഷം നൽകുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കർക്കിടകത്തിൽ സുഖചികിത്സ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. എട്ടാമത്തെ ചോദ്യം. സീതാദേവിയുടെ പിതാവ് ആരായിരുന്നു? സീതാദേവിയുടെ പിതാവ് ആരായിരുന്നു? ഉത്തരം ജനകൻ. സീതാദേവിയുടെ പിതാവ് ജനകനാണ്. അടുത്ത ചോദ്യം ഇതാണ്. രാവണന്റെ തലസ്ഥാനം ഏത് സമുദ്രത്തിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്? രാവണന്റെ തലസ്ഥാനം ഏത് സമുദ്രത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ലവണ സമുദ്രം. അടുത്ത ചോദ്യം. കർക്കിടക മാസത്തിൽ അമാവാസി ദിവസം ഹിന്ദുക്കൾ എന്താണ് ചെയ്യുന്നത്? കർക്കിടക മാസത്തിൽ അമാവാസി ദിവസം ഹിന്ദുക്കൾ എന്താണ് ചെയ്യുന്നത്? ഉത്തരം വാവുബലി. 11ാമത്തെ ചോദ്യം. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ലാത്ത ഇല ഏതാണ്? കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ലാത്ത ഇല ഏതാണ്? ഉത്തരം മുരിങ്ങയില. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ലാത്ത ഇലയാണ് മുരിങ്ങയില. അടുത്ത ചോദ്യം. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട 10 ഇല ഉപ്പേരിയിൽ അടങ്ങിയിരിക്കുന്ന ഇലകൾ ഏതൊക്കെയാണ്? കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട 10 ഇല ഉപ്പേരിയിൽ അടങ്ങിയിരിക്കുന്ന ഇലകൾ ഏതൊക്കെയാണ്? ഉത്തരം താള്, തകര, ചേമ്പ്, ചേന, ചീര, പയർ, നെയ്യുണ്ണി, മത്തൻ, കുമ്പളം, തഴുതാമ. അടുത്ത ചോദ്യം. കർക്കിടകത്തിലെ അത്തം നാളിൽ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രധാന ചടങ്ങ് ഏതാണ്? കർക്കിടകത്തിലെ അത്തം നാളിൽ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രധാന ചടങ്ങ് ഏതാണ്? ഉത്തരം വരുന്നത് ഇല്ലം നിറ. അടുത്ത ചോദ്യം. കർക്കിടക മാസം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? കർക്കിടക മാസം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ഉത്തരം പഞ്ഞമാസം, രാമായണ മാസം.
അപ്പോൾ പഞ്ഞമാസം, രാമായണ മാസം എന്നീ പേരുകളിലെല്ലാം കർക്കിടക മാസം അറിയപ്പെടുന്നു. ഫ്രണ്ട്സ്, കർക്കിടകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിച്ചെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ തരാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചോദ്യം ഇതാണ്: ആധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാളത്തിൽ രചിച്ചത് ആരാണ്? ആധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാളത്തിൽ രചിച്ചത് ആരാണ്? ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.